ആ ഉണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തോക്കതെറ്റല്ല, നമ്മുടെ സ്ലിംഗ് ഷോട്ട് ഗണ്ണുമായിട്ടാണ് ഫിഷിങ്ങിന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വന്നിട്ടുള്ള പാടമാണ്. ഇതിനകത്ത് വലിയ 5.5 കിലോത്തിൻ്റെ കൂരുവാളേനൊക്കെ നമ്മൾ അടിച്ച് കയറ്റിയ പാടമാണ്. ഇതിനകത്ത് വേറൊരു വലിയ മീൻ കൂടെ കിടപ്പുണ്ട്, ഒരു ചേർമീൻ. ചേർമീൻ ഇപ്പോൾ ഒരു 2 വർഷത്തോളം അതിനകത്ത് കിടക്കണം ആ ചേർമീൻ. പക്ഷെ നമുക്ക് വെള്ളം കലക്കലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷെ അവൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. അവന് 2 പ്രാവശ്യം വാർപ്പ് സെറ്റൊക്കെ ഇട്ട്. അപ്പോൾ നമ്മളതിനെ പിടിക്കാനൊന്നും നിന്നില്ല. വാർപ്പ് സെറ്റൊക്കെ ഇച്ചിരി വലുതായിട്ട് ഇപ്പോൾ വാർപ്പൊക്കെ വലുതായി ഏകദേശം ഒരു 1/2 കിലോ സൈസാക്കിയിട്ട് അരിയിലൊക്കെ നടക്കണവരെന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ വലുതിന് ഇതുവരെ കണ്ടിട്ടില്ല. അവനെ നോക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ കാണുന്ന തിലോപ്പി വരാലൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ അവനടിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഗണ്ണാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു ഫിഷിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും മീൻ കിട്ടുമെന്നുള്ള നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തോട്ട് പോയിട്ടോ. ആ ഉണ്ട് ആ പിന്നെ അവര് കറക്റ്റായിട്ട് അടി കൊണ്ടിട്ടുണ്ട്. പോയാ മിസ്സായി പോയി നമ്മൾ നോർമൽ ഡാറ്റിട്ടാണ് പറഞ്ഞത്. സാധനം ഒരിക്കൽ കണ്ട നോർമൽ ഇട്ടാണ് നമ്മള് ലോക്കിങ്ങിനുള്ള നല്ലിട്ടാ. അത് കാരണം പൊട്ടിപ്പോയി. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മുടെ ഡാർട്ട് പൊട്ടിപ്പോകുന്ന ഒരു ഷൂട്ടാണ് ഈ കാണുന്നത്. കാരണം നമ്മുടെ റീലിൻ്റെ സ്പൂണിൽ ബ്രൈഡ് ലൈൻ കുറയുന്നത് കൊണ്ട് നമ്മുടെ ഡാർട്ട് ഫാസ്റ്റിൽ പോകുമ്പോൾ അതിൻ്റെ എഡ്ജിൽ ബ്രൈഡ് ലൈൻ കറങ്ങി പുറത്തോട്ട് വരുമ്പോൾ ഒരഞ്ഞ് പൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ അത് പോയി നമ്മുടെ ഡാർട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്ലിംഗ് ഷോട്ട് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഗണ്ണിൻ്റെ റീല് തന്നെ നമ്മൾ അഴിച്ച് നേരെ സെറ്റ് ചെയ്ത് നേരെ സ്ലിംഗ് ഷോട്ട് ഫിഷിങ്ങിലേക്ക് നേരെ കിടക്കും. അപ്പോൾ ആദ്യത്തെ മീനെ നേരെ നമ്മൾ അടിച്ച് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വലിച്ച് കരയിലേക്ക് ഇട്ട് കാണിച്ചു തരാം. നന്നായിട്ട് ചെറിയ ഏരിയയിൽ അങ്ങോട്ട് ഉണ്ടാക്കണം. സാധനമുണ്ട് ഇല്ല, വായിലാണ് കൊണ്ടാക്കുന്നത്. വയറിൻ്റെ ഭാഗത്ത് ചുണ്ടിൻ്റെ താഴെ ഉണ്ട്. ഉള്ളിലെ കൂടെ കുടക്കി അതേ വന്നു സാധനം. ആദ്യത്തെ മീൻ നമ്മൾ ഗൺ ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നായിരുന്നു. പക്ഷെ നമ്മുടെ ഗണ്ണിന്റെ ഡാർട്ട് പോയപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടോ. സ്പെയർ ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, ഒറ്റ ഡാർട്ട് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ തിലോക്ക് നല്ല റെഡ്, അവിടെ ഡീപ്പ് ഡാർട്ടിലാണ് കേട്ടോ. കുറെ അധികം നാൾക്ക് ശേഷമാണ് നമ്മളിന്ന് സ്ലിംഗ് ഷൂട്ട് ഫിഷിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗണ്ണിന്റെ തന്നെയാണ് റീലിൽ പഴിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. സിംഗിൾ റബ്ബർ ഓക്കെ, ജസ്റ്റ് ഇതായിരുന്നു. ഇത് കണ്ട ചെറിയൊരു ഭാഗത്ത് മാത്രമേ കൊണ്ടിട്ടുള്ളൂ ഡാർട്ട്. കണ്ട ഓക്കെ, അവന് അങ്ങനെ താഴത്തേക്ക് ഇട്ടാൽ മതി. ഓക്കെ, ഫസ്റ്റ് ഇല്ലേ കണ്ടാ അവിടെ ഇതിനെ തന്നെ കത്ത് കയറ്റിയാണ്ടോ. കണ്ടാ നൈസ് ഇല്ല, ആനം വന്നുണ്ട്. പോലീസാണ് അവൻ അത്ര ലോങ്ങി വന്നിട്ട് അവനെ എൻ്റെ ഒരു ക്ലിയർ ഷോട്ടാണ് അവന് കൊടുത്തത്. പൊളി മതലിൻ്റെ മേളിൽ കയറി കിണ്ണം ഷോട്ട്. സാധനം അങ്ങനെയുണ്ട്, നമുക്ക് കിട്ടില്ല. ഒന്ന് കാണിച്ചേക്കണം നന്നായിട്ട്. എത്ര ആണോ അത്? ഒരു അരക്കിലോണ്ട്. അടിപൊളി. മതലിന്റെ മേളിൽ കയറി കണ്ണേറ്റു കണ്ണാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് നമുക്ക് താഴത്തേക്ക് ഇട്ടേക്കാം. ഇതിലൊക്കെയല്ല ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. ഇങ്ങോട്ട് പോകണ്ട. അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു ഷോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു 30 മീറ്ററെങ്കിലും ദൂരത്തിൽ നിൽക്കുന്ന മീനാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതും തിലോപ്പി പൊങ്ങനെ നിൽക്കുന്ന തിലോപ്പിലാണ്. ഇതേ ഡാർട്ട് ചെന്ന് വെള്ളത്തിൽ ചെന്ന് കുത്തുന്ന നമുക്ക് പോയിന്റ് വരെ കാണാൻ നല്ല ക്ലിയർ ആയിട്ട്. അതിൽ നമ്മൾ വലിച്ച് റിഡ്രൈവ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ദൂരം അറിയാൻ പറ്റും. ഞാൻ മതലിൻ്റെ മേളിൽ നിന്നത് കൂടെ കൊണ്ടാണ്, നമ്മൾ പൊക്കത്തിൽ നിന്ന് ശരിക്കും ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും ദൂരത്ത് വരെ ലോങ്ങിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ മീനെ വലിച്ചു വരുമ്പോൾ തന്നെ അറിയാം എത്ര ദൂരത്തു നിന്നാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ അറിയാൻ പറ്റും.
അപ്പോൾ വീഡിയോ എടുത്തിട്ടിരിക്കുന്ന മതലിൻ്റെ ഇപ്പുറത്ത് നിന്ന് കൈ നല്ലോണം ഹൈറ്റിൽ പൊക്കി പിടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് പ്രതീത്. അല്ല ഞാൻ അവിടെ നിന്ന് ദൂരത്തുനിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം ദൂരത്തുനിന്നാണ് നമ്മൾ അടിച്ചതും വലിച്ചേണ്ടി വരുന്ന ദൂരം തന്നെ കണ്ടില്ലേ. നല്ല ദൂരത്തുനിന്ന് നമ്മൾ അടിച്ചത്. ഇപ്പോൾ അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് കിട്ടിയത്, അന്ന് ഫിഷിങ്ങിൽ പോയത്, നമ്മുടെ അന്നത്തെ ഫിഷിങ്ങിൽ കിട്ടിയതിൽ ഏറ്റവും വലിയ മീനായിരുന്നു നമുക്ക്. അതും കൊണ്ടിരിക്കുന്നുണ്ട്. ഹെഡ് ഷൂട്ടാണ്, അത്ര ലോങ്ങിൽ നിന്ന് മീൻ അടിച്ച ഷൂട്ടാണ് കണ്ട. ഹെഡ് ഷൂട്ടിലാണ് നമ്മൾ അടിച്ചത്. ഏകദേശം ഒരു കിലോ അടുത്ത് വരുന്നത് മീനാണ്. 1 കിലോ കാണണം, അത്ര സൈസാണ് ആ മീൻ. നമുക്ക് ഇതിനകത്ത് വൈഡ് ആംഗിൾ ലെൻസൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അത്രയും സൈസായിട്ട് നമുക്ക് തോന്നില്ല വലിപ്പത് കണ്ട. നമ്മുടെ ആ ഡാർട്ട് നമ്മുടെ കയ്യിൻ്റെ വലിപ്പമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ മീനിൻ്റെ വലിപ്പം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ശരിക്കും നമ്മൾ ചെകളയിൽ കൂടെ കയറി വായിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ എൻഡ് ഇരിക്കുന്നത്. തിരിച്ച് നമുക്ക് ഊരാനും പറ്റിയില്ല, നമുക്ക് ഓട്ടോമാറ്റിക് ലോക്കാണ്. എന്തായാലും നമുക്ക് അതിനെ ഒന്ന് തിരിച്ച് ഊരിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ അവൻ്റെ ഹെഡിൽ കൂടെ ഇപ്പുറത്തോട്ട് നമുക്ക് ഡാർട്ട് എടുക്കേണ്ടി വരും. വായിൽ കൂടി നമ്മൾ അതിൻ്റെ ത്രെഡ് അഴിച്ചിട്ട് വായിൽ കൂടെ എടുക്കേണ്ടി വരും നമുക്ക്. അതേപോലത്തെ ഒരു പൊസിഷനിലാണ് കയറിയിരിക്കുന്നത് കണ്ട. വായിൽ കൂടി ഞാൻ ഡാർട്ട് പതിയെ തറച്ച് വായിൽ കൂടെ എടുത്തിട്ട് കണ്ട, വായിൽ കൂടെ എടുത്തിട്ട് നമുക്ക് അഴിച്ചെടുക്കാം അവന്. നമുക്ക് പിന്നെ അപ്പുറത്തൂടെ അല്ലാതെ എടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് വായിൽ കൂടി ഡാർട്ട് എടുത്തിട്ട് അവനെ അഴിച്ചെടുക്കാൻ. ഇനി കുഴപ്പമില്ല. ഇനി നമുക്ക് നന്നായിട്ട് ഇച്ചിരി ലൂസ് ചെയ്തതിന് ശേഷം റീലിൽ നിന്ന് ലൈൻ ഇച്ചിരി ലൂസ് ചെയ്തതിന് ശേഷം പതിയെ നമുക്ക് കെട്ടഴിച്ചെടുക്കാം. മീനിൻ്റെ വലിപ്പം നോക്കിക്കണം, നല്ല അടിപൊളി സൈസ് ഒരു മീനാണ്. നമുക്ക് അന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലുത് കേട്ടോ. ഏകദേശം ഒരു കിലോ സൈസ് അടുത്ത് വരും. അപ്പോൾ ഇത് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. പ്രദീപ് നന്നായിട്ടൊന്ന് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ മതലിൻ്റെ മേളിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. എന്നിങ്ങനെ ഒന്നൊരു 5 അടി ഹൈറ്റുള്ള മതലിൻ്റെ പൊക്കത്തൊക്കെ കയറി നിൽക്കുന്നത്. അപ്പോൾ അതേ ഡാർട്ടെല്ലാം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മീനെല്ലാം നിൽക്കുന്ന മതലിന് അപ്പുറത്താണ്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഹൈറ്റ് കൂടുതലായ മതലായ കാരണം നമുക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ മതലിൻ്റെ മേളിൽ കയറി നിന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. അടിച്ചു ഈ മീനിനെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറേ നേരം കാത്തിരുന്നതിന് ശേഷമാണ് ചെയ്യുന്നത്. കാരണം ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ ഓടി അതിനകത്തോട്ട് കയറി. പിന്നെ അവൻ പുറത്തിറങ്ങുന്നവരെ ഞാൻ അവിടെ നോക്കി നിന്നിട്ടാണ് അവൻ ഷൂട്ട് ചെയ്യുന്നത്. ഇറങ്ങാം, അതേം പിടപ്പിയിലേ ഇറങ്ങാം. അല്ല ഞാൻ ഇറങ്ങാൻ നല്ല ഹെവി ഒരു വരാലാണ്, ഇറങ്ങിയെടുക്കേണ്ടി വരും. അതിൽ ചുറ്റിപ്പോ വള്ളിയാണ്, വള്ളി പൊട്ടിയല്ലേ പെട്ടെന്ന്, വള്ളി പെട്ടെന്ന് പൊട്ടിയല്ല, അതാണ് പ്രശ്നം. ഇതുണ്ട ഹെഡിലെ കയറി, അത് ആ മരത്തിന്റെ ചുവടില്ലേ അതിനകത്തേക്ക് ഓടി, കാളെ കണ്ടപ്പോ തന്നെ അതിനകത്തോട്ട് ഓടിക്കേറിയത്. ഞാൻ അതിനകത്തേക്കാണ് അടിച്ചത്. താണണ്ട ഇവിടുത്തെ ആഴ്ച വന്നു. വീഡിയോ മൊത്തം പിടിക്കാൻ പറ്റിയില്ലല്ലേ? ചുറ്റിട്ടുണ്ടല്ലേ? അടിപൊളി അടിപൊളി. എന്തായാലും നമ്മ കാത്ത് ഇരുന്നത് വെറുതെ ആയില്ല, കണ്ടില്ലേ? അപ്പോ പറഞ്ഞിട്ടല്ലേ ഷൂട്ട് ചെയ്തേ? ഒളിച്ചിരുന്ന് രാലെ പിടിക്കുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞേ. ഐശ്വര്യമുള്ള ഒരാൾ അടുത്ത് വന്നതുകൊണ്ടാ. എന്താ പ്രതിഭ? നടക്കട്ടെ, ഞാൻ പോണെന്ന് പറഞ്ഞില്ലേ? ആ സമയത്ത് തന്നെ നടന്നല്ല. പോന്നു ഇന്നാള് പറ്റിയ പോലെ തന്നെയല്ലേ ചേറി മീൻ അടിച്ചപ്പോ. കിട്ടു അടിപൊളി സാധനം കയറി. ഇത് കണ്ട വരാല് ചെറുതൊന്നും അല്ല, നമ്മുടെ ഡീപ്പ് ഡാർട്ടിൽ നല്ല കിടുക്കൻ ഷോട്ടായിരുന്നു. ഇത് കണ്ട ഒരിക്കലും മിസ്സാകലായിരുന്നു. പിന്നെ നമ്മൾ വലിച്ച് ബ്രൈഡ് പൊട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയെടുത്താണ്. ഇത് കണ്ട ചെറുതൊന്നും അല്ല, ഏകദേശം ഒരു 3/4 കിലോ കാണും, 700-800 ഗ്രാം കാണും സൈസ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കാല് വെച്ച് അയ്യോ ഇത് നേരെ കിടക്കണില്ലല്ലോ. അതെ ഇത് കണ്ട കാല് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം സൈസ്. കണ്ട വളഞ്ഞിരുന്നിട്ടാണ് അത്രയും
ലെങ്ത്തിലിരിക്കുന്നത്. സൈസ് വരാല്. എന്നാ ക്യാമറമാൻ ഷൂട്ട് എന്തായാലും കൊണ്ട സ്ഥലം നല്ല കിടിലൻ സ്പോട്ടാണ്. ഇത് കണ്ട സൈസ് വരാനാണ് ഇത് കണ്ടത്. നമ്മുടെ കൈ വെച്ചിട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇത് കണ്ട ഇത്ര സൈസ് ഉണ്ട്. കൊണ്ടത് ഇത്ര ഒരു ക്ലിയർ സ്പോട്ടിലായതുകൊണ്ട് തന്നെ അവൻ മിസ്സാകാവുന്നതാണ്. അല്ലെങ്കിൽ അവൻ 2 ചട്ടത്തിൽ തന്നെ ഊരിപ്പോയാൻ. ഇത് അഴിക്കണ്ട, നമുക്ക് ഇങ്ങനെ എടുക്കാം അല്ലേ. സഞ്ചി അവിടെ പോയ സഞ്ചി അച്ഛൻ അവിടെ കണത്തോട്ട് മാറിയിട്ട് നോക്കി പതി അഴിച്ചെടുക്കാം. എന്നിട്ട് സഞ്ചി അലയും കൊണ്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് എടുത്തിടാം. അതൊന്ന് കാണിച്ചു തരാട്ടെ നന്നായിട്ട്. ടാർത്തൊന്ന് കൊത്തിയാക്കട്ടെ. ഓക്കെ, അതെ ഹാൻഡിൽ ഞാൻ താഴെ വെക്കുവാണ്. മീനെ ഞാൻ എടുക്കുന്നത് കാണിച്ചു തരാം. ഇത് കണ്ട എൻ്റെ അമ്മ ഒന്നും പറയാനില്ല, കിടിലൻ സാധനം. ഇത് കണ്ട എൻ്റെ സൈസ് നോക്കിക്കണ്ടേ. ഓക്കെ, 2-3 ഫിലോപ്പിയും ഒരു വരാലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയതല്ലേ. 4 ഫിലോപ്പ്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ഷൂട്ടിലേക്ക് വന്നാൽ നോക്കാം. ഇന്നത്തെ കണി മോശമില്ല. കവറിൻ്റെ ഇവിടെ നോക്കിയാണ്ട നാളെ കാണാറുണ്ട്. ഈ 2 കവർ 2 കവറിൻ്റെ നടുക്കൂടെ അങ്ങോട്ട് അതിൻ്റെ നടുപ്പിൻ്റെ നടുക്കപ്പുറത്താണ് പൊങ്ങി. അതിൽ നിൽക്കും. അടിച്ചോട്ടെ, അടിച്ചു. ഇതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തതിൻ്റെ സ്ലോ മോഷനാണ് കാണുന്നത്. ഒരു 20 മീറ്റർ ലോങ്ങിൽ നിൽക്കുന്ന മീനാണ് ആ ഷൂട്ട് ചെയ്യുന്നത്. ആ ഡാർട്ട് അത്ര ദൂരത്ത് കുത്തണതും അപ്പുറത്ത് മീൻ മറിയുന്നതും നമുക്ക് കാണാം. ഞാൻ അതിൻ്റെ ഒരു സൂമിങ് വെർഷൻ നിങ്ങൾ കണ്ടു. ഷൂട്ട് ചെയ്തതിന് ശേഷം ഡാർട്ട് പോയി കുത്തുന്ന പൊസിഷൻ കണ്ടു. ഡാർട്ട് പോയി കുത്തിക്കഴിഞ്ഞ് മീനിട്ട് കൊള്ളുന്ന ഭാഗമാണ് 2ാമത്തെ എയിമിങ് സ്പോട്ടായിട്ട് ഞാൻ കാണിക്കുന്നത്. കണ്ടോ, അത്രയും ദൂരത്ത് മാറ്റി അടിച്ചിട്ടാണ് നമുക്ക് മീനെ നമുക്ക് ഇത്ര അടുത്തൊക്കെ പിന്നെ കുഴപ്പമില്ല. അധികം ലോങ്ങല്ല. ഞാൻ 10 മീറ്റർ കാണുള്ളൂ. 10-12 ഉണ്ട്. അതിനകത്തുണ്ട്. അത് അടിച്ചോണ്ട് വന്നേക്കാം. അടിയിൽ മുട്ടിയാണ് വന്നത്. പിന്നെ വീണ്ടും ഉറപ്പോ അതിനൊന്ന് ഓടിച്ചെടുക്കാം. അത് നമ്മളെ ഡാർട്ട് കയറ്റുന്നുണ്ടല്ലോ. അത് ചുറ്റല്ലേടെ ഇങ്ങോട്ട് പോകാൻ മതിയാക്കി. അത് കവരയിൽ പോയി വീണു. ഇറങ്ങി വാ. റീലിന്റെ ഡ്രാഗ് ഇച്ചിരി ലൂസുണ്ട്. അത് ഊരിപ്പോകാനുള്ള പരിപാടിയാണ് കാണിക്കുന്നത്. അത് പോയി ഇറങ്ങി. പുള്ളിയുടെയൊക്കെ എല്ലാത്തിനും ഡാർട്ട് നല്ല അപ്പുറത്ത് വന്നിട്ടുണ്ട്. ഡാർട്ടത് എന്താ റെഡ്, നല്ല റെഡ്. ഇത് സെൻട്രൽ ഷോട്ടായിരുന്നു. ഇത് ഡാർട്ട് ഭാഗത്ത് ഇപ്പുറത്ത് തന്നെ വന്നിട്ടുണ്ട്. കണ്ട നല്ല അടിപൊളി റെഡ് ഫീല് വിരിച്ചിരിക്കണം. നല്ല സൂപ്പർ സാധനം. ഓക്കെ, അപ്പം നമുക്കിതിന് സഞ്ചിക്കകത്തേക്ക് എടുത്തിടാട്ടെ. എന്തായാലും അളിയൻ വന്നപ്പോ തന്നെ 2 മീനടിച്ചെടുക്കണ പെടപടിയെന്ന് കാണാൻ പറ്റി അല്ലേ. ഐശ്വര്യമുള്ള ആൾക്കാരെന്ന് പറഞ്ഞതാ, വെറുതെ അല്ല. ഇനിയും കിട്ടും. നോക്കിയിട്ട് ഫിലോപ്പിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിഷമിച്ചു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോട്ട് പെട്ടെന്നായിപ്പോ കേട്ടോ. ഞാൻ ഹാൻഡ് നേരെ സ്ട്രൈറ്റ് പിടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ക്യാമറ ഓൺ ആക്കി. അപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ക്യാമറ ഓൺ ആയത്. അത് പൊങ്ങി വന്നൊരു തിലോപ്പിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പൊങ്ങി വന്നിട്ട് താഴെയൊക്കെ താഴ്ന്ന സമയത്താണ് ആ ഒരു കുറ്റിയുടെ പൊക്കത്തിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. മയിൽക്കുറ്റിയുടെ പൊക്കത്തിൽ നിന്നിട്ട് അടിച്ചിട്ടാണ്. അടിപൊളി. വേണ്ട ഫോട്ടപ്പ് ഷൂട്ടായിരുന്നു. ഇവിടെ കാളാഞ്ചിലൊക്കെ പോലത്തെ നീലതേ ഒരു പ്രത്യേക കളറല്ലേ. അത്യാവശ്യം ഒരു 1/2 കിലോ സൈസ് വരുന്ന ഇതിലൊക്കെ വേണ്ട. ഗിഫ്റ്റ് തന്നെയാണ് ചിത്രലാട്. ഓക്കെ, നമുക്ക് അവനെ അഴിച്ചതിലേക്കിടാം. ടൈൽഫുട്ട് വേണമെങ്കിൽ അടിച്ച് നോക്കാം. പൊള്ളിയാൻ ചാൻസ് ഇല്ല. വെള്ളത്തിൽ അടിയിലാണ് ഇങ്ങോട്ട് കിടന്നു വരുന്നത്. അതാ ചുണ്ടിയുടെ അകത്തേക്ക് കൊണ്ടുവരാ. ചേർമീനെ ഉണ്ടോ? പിന്നെ അത്ര ക്ലിയർ ചോട്ടല്ല. ഇത് കണ്ടില്ല, സാധനങ്ങളെ കാണില്ല. ചേർമീനാണെന്ന് തോന്നുന്നു. ചേർമീനാണോ? എയിം പഠിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. ചേർമീൻ്റെ മകനെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, എയിം പഠിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്ത ചേർമീൻ്റെ മകനെ. എങ്ങനെയുണ്ട്?
ഫ്രൈ ചെയ്യാൻ പറ്റിയ സാധനം. എന്തായാലും വന്നിട്ട് ചേറുമീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ തുടങ്ങിയത്, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയില്ല. അവൻ്റെ മകൻ എന്തായാലും നമ്മൾ പറഞ്ഞ പൊക്കിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത സൈസാണത്. 150 ഗ്രാം കാണുമല്ലേ അയാളി. എന്നാലും വന്നവനെ കിട്ടിയില്ല. അവൻ്റെ മകനാന്ന് തോന്നണം. ആ വ്യാലുണ്ട്. ഓക്കെ, നമുക്ക് ഇനി വീഡിയോ അതിൻ്റെ എന്തായാലും ലാസ്റ്റായിട്ട് മീൻ കിട്ടി. ഇനി വീഡിയോ അതിൻ്റെ നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് മീനേ ഉള്ളൂ ഇന്ന്. ഒരു 4-5 കിലോപ്പി ഉണ്ടല്ലേ? 5 കിലോപ്പി, ഒരു വരാല്, പിന്നെ ഇപ്പോൾ കിട്ടിയ ഒരു ചേറുമീൻ്റെ മുന്നിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ അതിൻ്റെ എന്തായാലും മീൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ കിട്ടിയ മീൻ ഞാൻ കാണിച്ചു തരാം. ഫുള്ളായിട്ടൊന്ന് കൊടുത്തു പോകണം വാഴയിലേക്ക്. ഇത് കുഴപ്പമില്ല. ഇതിലൊക്കെ നമുക്ക് നല്ല അടിപൊളി സാധനം കേട്ടോ. ഇത് കണ്ടോ ഹെവി സാധനമാണ് ഇതൊക്കെ. ഇത് 2, 3, 4 എല്ലാത്തിൻ്റെ ഷൂട്ട് കിട്ടിയിട്ടില്ല. ഏതൊരെണ്ണം മിസ്സായിട്ടുണ്ടല്ലേ? ഒരെണ്ണത്തിൻ്റെ. ഈ വിലോപ്പി വരാലും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിപ്പം അറിയാനായിട്ട്. ഇതാണ് വരാല്. ഇതിൽ നമ്മൾ ചെയ്യാറ്. ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ലിംഗ് ഷോട്ട് കണ്ണും കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നത്. പക്ഷേ സ്ലിംഗ് ഷോട്ട് കണ്ണും കൊണ്ടുവന്ന് ആദ്യത്തെ ഷൂട്ടിൽ ഒരു വിലോപ്പിനെ അടിച്ച് അത് മിസ്സായി പോയി. പക്ഷെ രണ്ടാമത്തെ ഷൂട്ടിൽ നമ്മുടെ ഡാർട്ട് പൊട്ടിപ്പോയി. ആകെ ഒരു ഡാർട്ട് ഉണ്ടായിരുന്നില്ല, എക്സ്ട്രാ ഇല്ലാഞ്ഞുകൊണ്ട് ഗണ്ണ് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് സ്ലിംഗ് ഷോട്ടല്ലേ. അപ്പോൾ അതേ ഗണ്ണിൻ്റെ റീലാണ് അഴിച്ചതിലേക്ക് ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ അതെ ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. ഓക്കെ, ബൈ ബൈ.